ഇനി ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. നോക്കും, ഇസ്രായേൽ ഇറാൻ സംഘർഷം അത് വലിയ ആശങ്കയാണ് ഇന്ത്യക്ക് ഉണ്ടാക്കുന്നത്, നമ്മുടെ രാജ്യത്തിനുണ്ടാക്കുന്നത്. തൊഴിൽ വിസ കണക്കുകൾ നമ്മൾ ഒന്ന് നോക്കിയാൽ അതനുസരിച്ച് ഇസ്രായേൽ മാത്രം 40,000, അതായത് ഏകദേശം 1,00,000-നടുത്ത് ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട്. അതിൽ വിദ്യാർത്ഥികളുണ്ട്, ജോലിക്ക് പോയവരൊക്കെയുണ്ട്. ഇറാനിലുമുണ്ട് 10,000-കണക്കിന് ഇന്ത്യക്കാർ ഇറാനിലുമുണ്ട്. 4ാം ദിവസത്തിലേക്ക് ഈ സംഘർഷം കടക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വരികയാണ്. ഇറാനിലെ വിദ്യാർത്ഥികളെ, നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ, മലയാളി വിദ്യാർത്ഥികൾ അടക്കമുണ്ട്, അതിൽ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാ വിദ്യാർത്ഥികളോടും ഇന്ന് തന്നെ ടെഹ്റാൻ വിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പലർക്കും പലതരത്തിലുള്ള വിസയായിരിക്കും, ജോബ് വിസ ഉണ്ടാകും, സ്റ്റുഡന്റ് വിസ ഉണ്ടാകും. പക്ഷെ അതൊന്നും പരിഗണിക്കേണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങൾ ടെഹ്റാൻ വിടണം. അതാണ് ഇന്ത്യ അവരുടെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ നോക്കിയാൽ, അതായത് ടെഹ്റാൻ വിടണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി തിരിച്ചയക്കണമെന്ന് ഇന്ത്യ ഇറാനോട് അഭ്യർത്ഥിച്ചിരുന്നു. ആ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇറാൻ കരമാർഗം ഒഴിപ്പിക്കാം എന്നുള്ളൊരു നിർദ്ദേശം. കാരണം ഈ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കരമാർഗം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഇറാനിൽ 1500 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉണ്ട്. വ്യക്തി വിവരങ്ങൾ ഇന്ത്യൻ എംബസിയിൽ നൽകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ ഇറാനിലെ ഇന്ത്യൻ എംബസിയുടെ എക്സ് അക്കൗണ്ടിൽ അതിന്റെ പൂരിപ്പിക്കേണ്ട ഫോം ഉണ്ട്, കൃത്യമായ നിർദ്ദേശങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇറാൻ നൽകുന്നുണ്ട്. അതായത് വിദേശികൾ ഇന്ത്യക്കാരെ, അതായത് ഇപ്പോൾ അതിർത്തിയിലേക്ക് എത്തിക്കാം എന്ന് പറയുന്ന ഇന്ത്യക്കാരെ അനുഗമിക്കരുത്. അതിർത്തി വഴി അർമേനിയയിലേക്ക് ഇവരെ മാറ്റും എന്നുള്ളതാണ് ഇറാൻ അറിയിക്കുന്ന കാര്യം.